അമിതവണ്ണമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം. എന്നാലും തീരെ മെലിഞ്ഞ് ശോഷിച്ച ശരീരം മൂലം വിഷമിക്കുന്നവരുമുണ്ട്. ചിലർക്ക് ഏതെങ്കിലും രോഗം വന്നതിന് ശേഷമാകാം ശരീരം ക്ഷീണിച്ചത്. ചിലർ ജന്മനാ തന്നെ മെലിഞ്ഞ ശരീരപ്രകൃതിയാകാം. ശരീരത്തെ പുഷ്ടിപ്പെടുത്തി കായിക ബലവും ആരോഗ്യവും സൗന്ദര്യവും പേഴ്സണാലിറ്റിയും ഉത്തമമാക്കാനും നിലനിർത്താനും എങ്ങനെ സാധിക്കും? ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ഉത്തമ ശരീരഘടന എന്നറിയുക എന്നതാണ് ശരീരം മെച്ചപ്പെടുത്താൻ വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അളവുകോലായി സാധാരണ നോക്കുന്നത് BMI, അതായത് ശരീരഭാര സൂചികയാണ്. BMI കുറഞ്ഞതിനാൽ ജോലി ലഭിക്കാതെ വരുന്നവരും ഉണ്ട്. ജോലിക്കായി പ്രത്യേകിച്ചും ശരീരക്ഷമത ആവശ്യമായ ഡിഫൻസ്, പോലീസ് തുടങ്ങിയ മേഖലകൾ, പേഴ്സണാലിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന അഡ്മിനിസ്ട്രേറ്റീവ്, സിനിമ, വിഷ്വൽ മീഡിയ തുടങ്ങിയ മേഖലകളിലെല്ലാം ശോഭിക്കണമെങ്കിൽ ഉത്തമ ശരീരഘടന ആവശ്യമാണ്. തീരെ മെലിഞ്ഞ ശരീരം ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും കുടുംബജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ശരീരം പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കൊഴുപ്പ് കൂടി ദുർമേധസ്സും രോഗങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടതും പ്രധാനമാണ്. അമിതവണ്ണമുള്ളവരിൽ കാണുന്ന മെറ്റബോളിക് സിൻഡ്രോം പോലെ ചിലരിൽ നോർമൽ വെയ്റ്റ് ഒബേസിറ്റി എന്ന അവസ്ഥയും ഉണ്ടാകുന്നതും കൂടി വരികയാണ്. ഉത്തമമായ ശരീരഘടനയും സൗന്ദര്യവും പേഴ്സണാലിറ്റിയും കൈവരിക്കാനും നിലനിർത്താനും എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? വ്യായാമം എങ്ങനെ വേണം? ആദ്യമായിട്ട് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ ശരീരം ക്ഷീണിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാനുള്ള അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നുള്ളതാണ്. അതിൽ ഒന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി, രണ്ട് രീതിയിലാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൈമറി, രണ്ട് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പം അതിന് പ്രത്യേക രോഗങ്ങളൊന്നും കാണുകയില്ല നോക്കുമ്പോൾ, പക്ഷെ അവർ ക്ഷീണിച്ചവരായിരിക്കും. അപ്പം യൂഷ്വലി അത് ഒരു ജന്മനാ തന്നെ വരുന്ന ഒരു മൊത്തത്തിൽ അവരുടെ ഒരു ജനറ്റിക് ഘടന അതായിരിക്കും. പിന്നെ ചിലരിലാണെങ്കിൽ കൊച്ചായിരുന്നപ്പം മറ്റേ ഇൻട്രായൂട്രൈൻ സമയത്തുള്ള ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടാകും. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, അതായത് ബേസിക്കലി ഭക്ഷണത്തിൻ്റെ കുറവ്, അത് എപ്പം വേണേലും സംഭവിച്ചതാവാം. കൊച്ചുനാളിലെ മുതലുള്ളതോ അല്ലെങ്കിൽ ഈവൻ ഇൻട്രായൂട്രൈൻ മുതലേ വരാം. ആ ഭക്ഷണത്തിൻ്റെ ഒരു കുറവ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒത്തിരി തീരെ അങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് തന്നെ കുറവായിരിക്കും. ഈ ഫാറ്റിൽ നിന്നുണ്ടാകുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്, ലെപ്റ്റിൻ, അഡിപ്പോനെക്റ്റിൻ, റെസിസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ്. ഈ ഹോർമോണുകൾക്ക് നമ്മളുടെ ബ്രെയിനിലെ നമ്മളുടെ വിശപ്പ് സെൻറ്ററിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഒത്തിരി പങ്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിശപ്പില്ലാതെ വരും. അവർക്ക് എന്ത് കണ്ടാലും ഒരു പരിധി കഴിഞ്ഞ്, ചിലർക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് കഴിക്കാത്ത, ചിലർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഈ സെക്കൻഡറി അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത്, അതിൽ രോഗകാരണം കൊണ്ട് വരുന്നതാണ്. അവർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ അബ്സോർബ് ചെയ്യണമല്ലോ, ആഗിരണം ചെയ്ത് നമ്മളുടെ ലിവറിൽ ചെന്ന് ലിവർ അതിനെ മസിലും ബോണും ഫാറ്റും ഒക്കെ ആക്കാൻ ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ വയറിൻ്റെ കുഴപ്പം കൊണ്ട് വരാം, ലിവറിൻ്റെ കുഴപ്പം കൊണ്ട് വരാം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ മറ്റ് പാൻക്രിയാസിൻ്റെ കുഴപ്പം കൊണ്ട് വരാം. അങ്ങനെയും അപ്പോൾ അതാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് വെയിറ്റ് കുറഞ്ഞു പോകുമല്ലോ. അതുപോലെ ഫാറ്റി ലിവർ ഫെയിലിയർ വരുമ്പോൾ കുറഞ്ഞു പോകാം. അങ്ങനെ പല രോഗം കൊണ്ടും കുറഞ്ഞു പോകുന്ന വരാം. പിന്നെ ചിലതുണ്ട്, ഈ മെറ്റബോളിസം കൂടിപ്പോവും. ഈ ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുന്ന, ഇപ്പം തൈറോയ്ഡ് ഹോർമോൺ, അതായത് മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ്. അതിൻ്റെ അളവ് കൂടി പോകുമ്പം നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയുക, അതുപോലെ വിറയലൊക്കെ വരും. അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് കുറഞ്ഞു വരുമ്പം വണ്ണം വെക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നമ്മളിപ്പം വെയിറ്റ് കുറഞ്ഞു പോകുന്നതിനെ കുറിച്ച് വയ്ക്കുമ്പം, പെട്ടെന്ന് നേരത്തെ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കുറയാൻ തുടങ്ങുമ്പം ഹൈപ്പർ തൈറോയ്ഡ് ആണോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയോ, അതായത് നമുക്ക് എന്തെങ്കിലും അണുബാധ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റബോളിസവും നമ്മളുടെ വിശപ്പ് തന്നെ കുറഞ്ഞു പോകും. മെറ്റബോളിസത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടും എല്ലാം നമുക്ക് വെയിറ്റ് കുറഞ്ഞു പോകാം. പിന്നെ ഈ ആർത്രൈറ്റിസ് പോലെയുള്ള ജോയിൻറ്റ് പെയിനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആക്ടിവിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ അതോടുകൂടി നമ്മൾ
ക്ഷീണിച്ചു പോകാനുള്ള സാധ്യത. അത് പ്രത്യേകിച്ച് മസിലും ബോണുമാണ്. ആക്ടിവിറ്റി ഇല്ലാതെ വന്നു കഴിയുമ്പോൾ, രോഗാവസ്ഥ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റിയും കുറഞ്ഞു പോകുമ്പോൾ നമ്മളുടെ ആദ്യം കുറഞ്ഞു പോകുന്നത് മസിലും ബോണുമായിരിക്കും. അത് കഴിയുമ്പോഴാണ് പിന്നെ ഫാറ്റ് കുറയാൻ തുടങ്ങുന്നത്. പിന്നെ ആസ്മ, ഡയബറ്റിസ്, ഈ ആങ്സൈറ്റി ഉള്ളവർക്ക് അവരുടെ മെറ്റബോളിസത്തിൻ്റെ അളവ് കൂടുവാണ്. പിന്നെ ക്യാൻസർ. ഇപ്പോൾ ക്യാൻസർ വരുമ്പം ക്യാൻസർ സെല്ല് തന്നെ നമ്മുടെ എനർജിയും നമ്മുടെ പോഷകങ്ങളെല്ലാം കൊണ്ടുപോകും. അപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോകും. അങ്ങനെയാണ് ക്യാൻസർ രോഗികൾ ക്ഷീണിച്ചു പോകാൻ കാരണമായിട്ട് വരുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ ഈ കീമോതെറാപ്പിയൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇൻറ്റസ്റ്റൈനും നമ്മുടെ അബ്സോർപ്ഷനും ഒക്കെ കുറഞ്ഞു പോയി അങ്ങനെയും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്ന് അങ്ങനെയും ക്ഷീണിച്ചും സൂക്ഷിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ വണ്ണം കുറയുന്നതുകൊണ്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളതാണ്. എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഫിസിക്കൽ സ്റ്റാമിന കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മസിലും ബോണും ഒക്കെ വീക്കായിരിക്കും, സ്റ്റാമിന കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ടയേർഡായിരിക്കും പലരും. ഇപ്പോൾ ചിലരുണ്ട് മെലിഞ്ഞിരിക്കുകയായിരിക്കും, പിന്നെ അവരുടെ എനർജറ്റിക് ആയിരിക്കും. അപ്പം മിക്കവാറും അവർ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരിതായിരിക്കും, അവർക്ക് അത്ര ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാണുകയില്ല. മറ്റത് തീരെ മെലിഞ്ഞിരിക്കുന്നവരൊട്ടും ആരോഗ്യമില്ലായിരിക്കും, അവർക്ക് ഒന്നിനും വയ്യായിരിക്കും. പിന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വെരി വീക്കായിരിക്കും. നമ്മുടെ ബോഡി വീക്കായിരിക്കുന്ന പോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കും. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷന്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തൈറോയിഡൈറ്റിസ് അങ്ങനത്തെയൊക്കെ വരാൻ ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ അലർജി, ക്യാൻസർ എല്ലാത്തിൻ്റെയും ചാൻസ് കൂടും. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഇറിറ്റബിൾ ആയിരിക്കും അവർ, സ്ട്രെസ്സ്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് വരാം. പിന്നെ അതുപോലെ ഇൻഫെർട്ടിലിറ്റി വരാം. അപ്പം തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറയും. അപ്പം നമ്മളുടെ ലേഡീസിനാണ് അത് പ്രത്യേകിച്ചും ഇൻഫെർട്ടിലിറ്റി വന്നു കഴിഞ്ഞ് അത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലും അതിലേക്ക് അവർ അബോർഷനാകാനും അല്ലെങ്കിൽ കൊച്ചിന് വളർച്ച കുറഞ്ഞു പോകാനും ഒക്കെയുള്ള സാധ്യത കൂടും. നെക്സ്റ്റ് നമ്മൾ ഈ ഓരോ കാരണങ്ങൾക്കുണ്ട്. ഇപ്പം എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്നുള്ളത്, ഈ വെയിറ്റ് കുറഞ്ഞു പോകുന്നത്, അതായത് ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ട് വെയിറ്റ്, അതായത് പെട്ടെന്ന് നമ്മൾ നേരത്തെയൊക്കെ വെയിറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കുറഞ്ഞു പോകുന്നത് ഒന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വരികയോ, ഏത് രീതിയിലാണെങ്കിലും മാൽന്യൂട്രീഷൻ കൊണ്ട് വരുന്ന വെയിറ്റ് ലോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം വരുന്നത് ഫാറ്റ് ആയിരിക്കും കുറയുന്നത്, അത് കഴിഞ്ഞിട്ടാണ് മസിൽ ലോസിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നേരത്തെ കുഴപ്പമില്ലാത്തൊക്കെ നമുക്ക് റിവേഴ്സിബിളാണ്. അതായത് ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ട് വരുന്ന ഒരു അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ അത് നമുക്ക് റിവേഴ്സിബിളാണ് ഈസി ആയിട്ട്. കാരണം അവിടെ മിക്കവാറും മസിലിലായിരിക്കുകയല്ല കുറവ് വന്നിരിക്കുന്നത്, ഫാറ്റിലായിരിക്കും. പിന്നെ മസിൽ വന്നാൽ പോലും ആ മസിൽ ലോസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പം, വെയിറ്റ് ലോസ് വരുമ്പം, അതിന് കച്ചക്സിയ എന്നാണ് പറയുന്നത്. കച്ചക്സിയയിൽ എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ അനക്കാതെ കിടക്കേണ്ടവർ, അപ്പോൾ ഒരു ഫ്രാക്ചർ വന്നു, ഒടിവ് വന്നിട്ട് അനങ്ങാതെ കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും വെയിറ്റ് ലോസ് വരുമ്പം അതിന് മസിൽ ലോസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ ഈവൻ ക്യാൻസർ വരികയോ, പിന്നെ ഈ COPD, ലങ്സിൻ്റെ പ്രോബ്ലംസ് കൊണ്ടുള്ള ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അങ്ങനെയുള്ള ഒരു വെയിറ്റ് കുറഞ്ഞു പോകുക, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ്, ക്രോണിക് കിഡ്നി ഡിസീസ്, ലിവറിൻ്റെ പ്രശ്നം കൊണ്ട്, ഇൻറ്റസ്റ്റൈനിൻ്റെ പ്രശ്നം കൊണ്ട്, ഇൻഫെക്ഷൻ കൊണ്ട്, ഇങ്ങനെയൊക്കെ വെയിറ്റ് കുറഞ്ഞു പോകുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫാറ്റാണ് കുറഞ്ഞു പോകുന്നത്, ഫാറ്റ് ലോസാണ് അവിടെ വരുന്നത്. അപ്പോൾ ഫാറ്റ് ലോസ് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രായമുള്ള ഒരാളിൽ, പ്രായപൂർത്തിയായ ഒരാളിൽ, പ്രത്യേകിച്ച് നമ്മൾ ഒരു 20-25 വയസ്സ് വരെയാണ് നമ്മൾ മസിലും ബോണും ഒക്കെ ഗെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി മസിലും ബോണും ഒക്കെ കുറയാൻ തുടങ്ങും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാലും അത് നാച്ചുറൽ ഒരു ടെൻഡൻസിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ കുറഞ്ഞു പോയാൽ മസിലും ബോണും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. മിക്കവാറും 10-24 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് പലപ്പോഴും അത് കഴിയുമ്പോഴാണ് കൂടുന്നത്. അതൊക്കെ ഫാറ്റാണ് കൂടുന്നത്, മസിലപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ കച്ചക്സിയ രോഗങ്ങൾ വഴിയുള്ള വെയിറ്റ് റിഡക്ഷൻ വരുമ്പോഴും ആദ്യം കുറയുന്നത് മസിലും ബോണും ആയിരിക്കും. അത് കഴിയുമ്പോഴേ പിന്നെ ഫാറ്റ് കുറയുള്ളൂ. നേരെ തിരിച്ച് നമ്മൾ ന്യൂട്രീഷൻ്റെ, അതായത് ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ട് വരുമ്പോൾ നേരെ തിരിച്ചാണ്. അത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ രോഗം കൊണ്ട് വരുമ്പോൾ എപ്പോഴും മസിലും ബോണും ആയിരിക്കും കുറയുന്നത്. അത് തിരിച്ചു കൊണ്ടുവരാൻ പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പിന്നെയുള്ളത് ഈ സാർക്കോപീനിയ എന്ന് പറയും. അത് ഏജ് റിലേറ്റഡ് മസ്കുലർ അട്രോഫി, മസിൽ ആൻഡ് ബോണ് പോകുന്നതിനെയാണ് സാർക്കോപീനിയ എന്ന് പറയുന്നത്, മസിൽ ലോസ് വരുന്നത്. അതും പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും
എന്ത് അസുഖമുള്ളവരും നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ കൊടുത്ത് അവരെ ഒന്ന് ആക്റ്റീവാക്കി നിർത്താൻ നോക്കുന്നത് ഇങ്ങനെ മസിലും മറ്റുള്ള അവയവങ്ങളും ശോഷിച്ച് പോകാതിരിക്കാനാണ്. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമേ, അതായത് ഒരു സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് രക്തയോട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കൈ അനക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു. അപ്പോൾ അവിടുത്തെ മസിലും വീക്കാവും, മറ്റുള്ള എല്ലാം വീക്കാവും. അതാണ് ബേസിക്കലി നമ്മൾ ഈ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എക്സസൈസ് ചെയ്ത് അത് ഇമ്മീഡിയറ്റ്ലി തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയില്ലെങ്കിൽ അത് ഫിക്സായി പോകാനും അല്ലെങ്കിൽ മസിലൊക്കെ വീക്കായി പോകാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഉള്ളത് ഈ മസ്കുലർ ഡിസ്ട്രോഫിയാണ്. ആ മസിലിൻ്റെ വീക്ക്നെസ്, ഈ മയോപ്പതീസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ നെർവ് ഡാമേജ് കൊണ്ട് മസിലിന് വരുന്ന ഡാമേജാണ് വേറൊരു കാരണം നമ്മളിങ്ങനെ വീക്കായി ശോഷിച്ചു പോകാനുള്ള. അവിടെയൊക്കെ നമ്മൾ മസിലും ബോണും വീക്കായിപ്പോകും, അതുകൊണ്ട് തന്നെ ബോഡിയും വീക്കായിപ്പോകും. പിന്നെയുള്ളത് മെഡിക്കേഷൻസാണ്. ഇപ്പോൾ സ്റ്റിറോയിഡ്സ് ഹോർമോൺസൊക്കെ നമ്മളുടെ മസിലും ബോണും വീക്കാവും. സ്റ്റിറോയിഡ്സൊക്കെ കണ്ടിന്യൂസ്ലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഫ്രാക്ചറൊക്കെ വരുന്നത്. അവർക്ക് വീഴാനുള്ള സാധ്യതയും കൂടും, കാരണം മസിൽ വീക്കാണ്, അപ്പോൾ ബാലൻസ് കുറയും. അതുപോലെ വീണാലും ഒടിയാനുള്ള സാധ്യതയും കൂടും. അതാണ് സ്റ്റിറോയിഡിൻ്റെ ഒരു മെയിൻ ഇത്. പിന്നെ ക്യാൻസർ മെഡിസിൻസാണ്. ക്യാൻസർ മെഡിസിൻസ് പ്രത്യേകിച്ച് ആൻറ്റിമെറ്റബോളൈറ്റ്സ്, ഇതെല്ലാം മസിലിനെ വീക്കാക്കാം, അതുപോലെ നെർവ് ഡാമേജും മസിൽ ഡാമേജും ഒക്കെ ഉണ്ടാക്കാം. അതിലേറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇത് വരുത്തുന്ന പറഞ്ഞാൽ ഒരു ഡോക്സോറൂബിസിൻ എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും പല ക്യാൻസറുകളുടെയും, ഇപ്പോൾ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന നമ്മൾ കീമോതെറാപ്പിയിൽ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മരുന്നാകുകയില്ല, 3-4 മരുന്നുകൾ ഒന്നിച്ചായിരിക്കും തരുന്നത്. അതിൽ ഒരെണ്ണം ഈ ഡോക്സോറൂബിസിൻ, അഡ്രിയാമൈസിൻ എന്നൊക്കെ പറഞ്ഞൊരു മരുന്നായിരിക്കും. അതിനും ഈ പ്രോബ്ലംസിനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡയഗ്നോസിസ് ആണ്. അതായത് നമുക്ക് വണ്ണം കുറവാണോ അതോ വണ്ണം നോർമലായിട്ടുണ്ടോ അതോ കൂടുതലാണോ, ഇത് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അണ്ടർ വെയ്റ്റ് ആണോ നോർമൽ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണോ എന്ന്. ഇപ്പം നമ്മളുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിവിടുത്തെ കണക്ക് കൃത്യമായിട്ടില്ല. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അമേരിക്കയിൽ ഏതാണ്ട് 70ക്ക് മുകളിൽ 73% ഓഫ് ദ പീപ്പിൾ ഓവർ വെയ്റ്റ് ആണ്. ഓവർ വെയ്റ്റ് ആൻഡ് ഒബേസ് ആണ്. അതായത് മോർ ദാൻ 2/3, 3 പേരിൽ 2 പേര് കൂടുതൽ ഓവർ വെയ്റ്റോ ഒബേസാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ, അങ്ങനെയുള്ളൊരു ലോകത്ത് അണ്ടർ വെയ്റ്റ്, നോർമൽ വെയ്റ്റ് ഉള്ളവരെയൊക്കെ അണ്ടർ വെയ്റ്റ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിന് നമ്മളുടെ ഏറ്റവും BMI ആണ് നമ്മളതിനൊരു സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത്. ശരീരത്തിൻ്റെ മലയാളത്തിൽ പറഞ്ഞ ശരീരഭാര സൂചിക എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്. അതായത് വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അത് ഇപ്പം ഒരു 160 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ അവരുടെ വെയ്റ്റ് ഒരു 50 കിലോ ആണെങ്കിൽ, 160 സെൻറ്റിമീറ്റർ 50 കിലോ ആണെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 1.6. അപ്പോൾ അതാണ് BMI എന്ന് പറയുന്നത്. BMI ബേസിക്കലി നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം 18 to 23 ആണ് ഐഡിയൽ എന്നുള്ളത്. വെസ്റ്റേണേഴ്സിനാണെങ്കിൽ അത് 18.5 to 25 ആണ് നോർമൽ BMI എന്ന് പറയുന്നത്. ഇപ്പം BMI ഇന്ത്യൻസിനാണെങ്കിൽ 18-ൽ ലെസ് ദാൻ 16 BMI ആണെങ്കിൽ സിവിയർ അണ്ടർ വെയ്റ്റ് എന്ന് വെക്കാം. അതിന് പിന്നെ ഈ BMI മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഫാറ്റിൻ്റെ അളവും കൂടി ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഈ ഫാറ്റ് പെർസെൻറ്റേജ് ലെസ് ദാൻ 15 ആണെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലക്ഷണം. അതായത് നമ്മൾ ഫാറ്റ് നോക്കുന്നത് ഈ സ്കിൻ ഫോൾഡ് തിക്നെസ് എന്ന് പറയും. നമ്മളിങ്ങനെ പിഞ്ച് ചെയ്ത് നോക്കാനുള്ളൊരു കാലിപ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വെച്ച് നമുക്ക് നോക്കാം. അതാണ് പലപ്പോഴും അതായത് സ്കിന്നിൻ്റെ തിക്നെസ് എത്രയാണെന്ന്, സ്കിന്നിനടിയിൽ ഫാറ്റാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ ഫാറ്റ് പെർസെൻറ്റേജ് നോക്കാനും പറ്റും. അപ്പോൾ ലേഡീസിനാണെങ്കിൽ മിനിമം വേണ്ടത് ഒരു 15% വേണം. അതിൽ കൂടുതലാണെങ്കിൽ, കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഒരു മാൽന്യൂട്രീഷൻ്റെ അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റിൻ്റെ ഒരു ലക്ഷണമായിട്ട് എടുക്കും. ആണുങ്ങൾക്കാണെങ്കിൽ മിനിമം വേണ്ടത് 5% ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 പാക്കൊക്കെ ഉള്ള ജെൻസിനൊക്കെ ആണെങ്കിൽ അറൗണ്ട് 5 to 10% ആയിരിക്കും ഫാറ്റ് ലെവൽ വരുന്നത്. അതിലും കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഹോർമോണൽ അബ്നോർമാലിറ്റി ഉണ്ടാക്കും. അതും അണ്ടർ വെയ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഹെൽത്തി ബോഡിക്ക് നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് ഫാറ്റ് ആവശ്യമാണ്. അപ്പോൾ ലേഡീസിനൊരു മിനിമം 15 വേണം, ജെൻസിനാണെങ്കിൽ മിനിമം ഒരു 5% വേണം.
പിന്നെ നമ്മളിപ്പം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒബേസിറ്റി എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. ഒബേസിറ്റി ഇപ്പോൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം 23 BMI കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒബേസിറ്റിയാണ്. വെസ്റ്റേണേഴ്സിൻ്റെ ആണെങ്കിൽ 25 ആണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് ഈ ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ എന്ന് പറയുക, അല്ലെങ്കിൽ ബോഡി കോമ്പോസിഷൻ എന്നുള്ളത്. ബോഡിയെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബോഡിക്ക് നമ്മൾ പറയുന്നത് ഒന്ന് ഫാറ്റിൻ്റെ ഇതുകൊണ്ട്, പിന്നെ ലീൻ മാസും ഉണ്ട്. ലീൻ മാസും ഉണ്ട്, ഫാറ്റ് മാസും ഉണ്ട്. അപ്പോൾ ഈ ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ ആണ് ഒരാളുടെ ഹെൽത്ത് ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഫാറ്റിൽ തന്നെ, ഫാറ്റിൽ ഒമേഗ 369 റേഷ്യോ ആണ്. അതിൽ പ്രത്യേകിച്ച് ഒമേഗ 3യും 6ഉം അതാണ് നമ്മളൊരു ഹോർമോൺ പോലെ ആക്ട് ചെയ്യുന്ന ഫാറ്റാണ്. അത് നമ്മുടെ ബോഡിയിൽ എത്രയുണ്ട് അതിൻ്റെ പ്രൊപ്പോർഷനാണ് നമ്മളുടെ ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ എന്നാണ് ഇപ്പോഴത്തെ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ബോഡിയുടെ എലമെൻ്റൽ കോമ്പോസിഷനും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മോളിക്കുലർ ലെവലിലുള്ള ഇതിൽ ശരിക്കും മോളിക്കുലർ ലെവലിൽ നമ്മൾ 65% വെള്ളമാണ്, 16% പ്രോട്ടീനാണ്, 16% ഫാറ്റാണ്, 1% ഉള്ളൂ കാർബോഹൈഡ്രേറ്റ്. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. പക്ഷേ അത് 1% ബോഡി കോമ്പോസിഷന് വേണ്ടിയിട്ട് വരുന്നുള്ളൂ. പിന്നെ ഉള്ളത് ഒരു മിനറൽസാണ്. അപ്പം നമ്മുടെ ബോണിനും ഒക്കെ സ്ട്രെങ്ത് തരുന്നതും അതുപോലെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ കണ്ടക്ഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മിനറൽസ് വെച്ചാണ്. അത് 6% ആണ് മിനറൽസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു അറ്റോമിക് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ 65% വരും, കാർബൺ 18.5% വരും, ഹൈഡ്രജൻ 9.5% വരും, നൈട്രജൻ 3.7% വരും. ബാക്കി എല്ലാം കൂടെ കൂട്ടി ഒരു 4% വരുള്ളൂ. അപ്പോൾ ഓക്സിജനും കാർബണും ഹൈഡ്രജനും നൈട്രജനും ഈ 4 ഐറ്റംസാണ് നമ്മളുടെ ബോഡി മെയിൻലി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് കാൽസ്യം ഫോസ്ഫറസും ആണ് ഒരു മേജർ ഘടകമായിട്ട് വരുന്നത്. അത് കാൽസ്യം ഏതാണ്ട് 1.5% വരും, ഫോസ്ഫറസ് 1% വരും. നമുക്കറിയാം നമ്മളുടെ മസിൽ ബോൺസ് ഉണ്ടാക്കിയേക്കുന്നത് അതാണ്, അത് വെച്ചിട്ടാണ്. അപ്പം ആ കാൽസ്യത്തിനൊക്കെ നമ്മളുടെ ഹാർട്ടിൻ്റെ, നമ്മുടെ മസിലിൻ്റെ ആക്ടിവിറ്റിക്കൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബോണായാൽ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾക്കും അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാൽസ്യം. അതുകൊണ്ടൊരു ബോണൊക്കെ നമ്മുടെ ഒരു കാൽസ്യം സ്റ്റോർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ അണ്ടർ വെയ്റ്റും നമ്മുടെ ഭക്ഷണമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും കൂടെ നമുക്ക് നോക്കാം. ഭക്ഷണം അതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് തന്നെ. ബേസിക്കലി നമ്മളുടെ ഫുഡിൽ നിന്ന് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ്, ആ ന്യൂട്രിഷൻ അതായത് അതിന് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ നമ്മളെപ്പോഴും പറയുമ്പം പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതാണ് നമ്മളെപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. പ്രധാനം എന്നല്ല, അതാണ് മേജർ കണ്ടൻറ്റ്. അതിനകത്ത് അതിനെ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്നാണ് ജനറലി പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ഫൈനലി അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞത് ഷുഗർ, പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് ആയിട്ടാണ് അതിനെ മാറ്റുന്നത്. അതാണ് അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ ഡയറ്ററി ഫൈബർ, അതാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടുന്നത്. അത് ശരിക്കും നമ്മളുടെ ബോഡിയിൽ 1% വരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ബോഡിയെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഉള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ 20 അമിനോ ആസിഡ്സ്, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 20 or 21 അമിനോ ആസിഡ്സ് ആണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ മസിൽ ബിൽഡിങ്ങിന്, ബ്ലഡ് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യുന്നത്. ഈവൻ മറ്റുള്ള ലീൻ മാസ് എന്ന് പറയുന്നത് അതാണ് ബേസിക്കലി വരുന്നത്. പിന്നെ ഉള്ളത് ഫാറ്റാണ്. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറോളുണ്ട്, 4 തരം ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, ഒമേഗ 3 ഉണ്ട്, ഒമേഗ 6 ഉണ്ട്, ഒമേഗ 9 ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഫുഡിൽ നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റിനെയും ഒമേഗ 9നെയും നമുക്ക് ബോഡിയിൽ നമ്മളുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഒമേഗ 3യും 6ഉം എസെൻഷ്യൽ ഫാറ്റാണ്. അതൊരു വൈറ്റമിൻ പോലെയാണ്, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ ഇതുകൂടാതെ നമ്മളുടെ ഈ ഫാറ്റിനെയും അമിനോ ആസിഡ്സിനെയും ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ, ഫാറ്റി ആസിഡിനെയൊക്കെ നമ്മളൊരു എനർജി ആയിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബിൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യണമെങ്കിൽ കുറച്ച് വൈറ്റമിൻസും വേറെ കുറച്ച് എസെൻഷ്യൽ ഘടകങ്ങളുണ്ട്. അതാണ് വൈറ്റമിൻസും. അതൊക്കെ വളരെ കോമ്പോസിഷൻ വൈസ് നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് വൈറ്റമിൻസ്, മിനറൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ വെച്ചിട്ട്, പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ ഒന്ന് മസിൽ ഉണ്ടാക്കാനാണ്, 2 നമ്മളുടെ ബോഡി ഉണ്ടാക്കുന്ന എല്ലായിടത്തും കണക്ട് ചെയ്തുകൊണ്ടൊരു ടിഷ്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ഇഷ്ടിക അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ പരുക്കനിടുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഓരോ സെല്ലിൻ്റെ ഇടയിൽ ഒരു ടിഷ്യൂ ഉണ്ട്. അതിനകത്തും സെല്ലുകളും ഒക്കെ ഉണ്ട്, അതിന് ആ കണക്റ്റീവ് ടിഷ്യൂവിന് തന്നെയുണ്ട്.
അതുണ്ടാക്കിയേക്കുന്നതും ഈ മസിൽ കൂടാതെ അതുപോലെ ഈ ബോണ്, അതുപോലെ ഈ ലിഗമെൻസ്, ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്ന പ്രോട്ടീൻ വെച്ചാണ്. പിന്നെ മിനറൽസ്, അത് ബോൺ ഉണ്ടാക്കിയേക്കുന്ന ബോണിലാണ് മെയിൻലി മിനറൽ ഇരിക്കുന്നത്. അതുകൂടാതെ ബ്ലഡിലും ഒക്കെ മിനറൽസ് ഉണ്ട്. ഓരോ സെല്ലിനകത്തും മിനറൽസ് ഉണ്ട്. സോഡിയം, പൊട്ടാസ്യം, ഇതൊക്കെ മിനറലിലാണ് പെട്ടത്. പക്ഷേ ഏറ്റവും മേജറായിട്ട് നമ്മുടെ കാണാൻ മാത്രം മാക്രോ ലെവലിലുള്ളത് കാൽസ്യം ഫോസ്ഫറസുമാണ്. അത് ഏറ്റവും കൂടുതലുള്ള ബോണിനാണ്. ആ ബോണിന് സ്ട്രെങ്ത് കൊടുക്കാനും ഒക്കെ അത് ആവശ്യമാണ്. പിന്നെ ഫാറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സെല്ലിൻ്റെയും സെൽ വോളും പിന്നെ സെല്ലിനകത്ത് ചെറിയ ചെറിയ ഓർഗൻസ് ഉണ്ട്, ഓർഗനൽസ് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ ചുറ്റും ഉണ്ടാക്കുന്ന, അതിന് ഷേപ്പ് കൊടുക്കുന്നതും ഒക്കെ ഈ ഒരു ഫാറ്റി ആസിഡ് ബൈലെയർ എന്ന് പറയും. അതുകൂടാതെ നമ്മുടെ ബ്രെയിനും നെർവ്സിനും ശരിക്കും പറഞ്ഞാൽ 60% ഫാറ്റാണ്. അതിനകത്ത് പ്രോട്ടീൻ ഇല്ല. നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കാനൊക്കെ പ്രോട്ടീൻ ഇല്ല എന്നല്ല, ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. മിനറലും ബ്രെയിനിനകത്ത് മിനറലും അധികം ഇല്ല. ഫാറ്റാണ്, ഫാറ്റും വെള്ളവുമാണ് ശരിക്കും ബ്രെയിനിൻ്റെയും നെർവ്സിൻ്റെയും മെയിൻ ഘടകം. പിന്നെ ഉള്ളത് ഫാറ്റിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നത്, നമ്മളുടെ ബോഡിയുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, അതുപോലെ എല്ലായിടത്തും ഒരു ലൈനിങ് ആയിട്ട്, ഒരു ഓർഗനാണെങ്കിലും ലൈനിങ് ആയിട്ടുണ്ടാവും. പിന്നെ ഈ എല്ലായിടത്തൂടെയും രക്തക്കുഴലും നെർവ്സും പോകുന്നുണ്ടല്ലോ, അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവായിട്ടും എല്ലാം ഈ ഫാറ്റാണ്. അതൊരു തരം ഇതൊരു ഷോക്ക് അബ്സോർബൻറ്റ് പോലെയും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബോഡി ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് മോഡൽസിൻ്റെയൊക്കെ പോലെയുള്ള ഇത് വരുന്നത്. അതിന് കറക്റ്റ് അളവിൽ കറക്റ്റ് ഫാറ്റ് എല്ലായിടത്തും വേണ്ട പോലെ കിടക്കുമ്പോഴാണ് നമുക്ക് ആ ബോഡി ഷേപ്പ് വരുന്നത്. ഇപ്പം ഈ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിൽ ഒരു പ്രത്യേക കോമ്പോസിഷൻ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഫീമെയിലിൽ ഒരുതരം ഒരു 15 to 25% ഫാറ്റാണ് ഐഡിയൽ ബോഡി കോമ്പോസിഷൻ, ഐഡിയൽ ഷേപ്പ് കൊടുക്കുന്നത്. ജെൻസിനാണെങ്കിൽ ഒരു 5 to 15% ആണ് വരുന്നത്. ആക്ച്വലി 5 എന്ന് പറയുമ്പോൾ തീരെ കുറവാണ്. 10 to 15% ആണ് ജെൻസിന് ഐഡിയൽ ബോഡി കോമ്പോസിഷൻ വരുന്നത്. സിക്സ് പാക്ക് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അറൗണ്ട് 10%, 7 to 10% ഒക്കെ. അതാണ് ഏറ്റവും കുറഞ്ഞ ഇത് വരുമ്പോഴാണ് ജെൻസിൻ്റെ ബോഡിയുടെ ആ ഷേപ്പൊക്കെ കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ഈ ഫാറ്റ് തന്നെ പിന്നെ ഉള്ളത് നമ്മളുടെ ഒരു എനർജി യൂസേജിന് വേണ്ടിയിട്ടുള്ള, എനർജി യൂസേജിന് വേണ്ട ഫാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ശരിക്കും സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതേസമയത്ത് ബോഡി ബിൽഡിങ്ങിനായിട്ട് വേണ്ടതൊക്കെ നമ്മുടെ ഈ ബ്രെയിൻ ഉണ്ടാക്കാനും, ബ്രെയിനിലാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഒമേഗ 3 ഫാറ്റാണ് കൂടുതൽ വേണ്ടത്. മറ്റുള്ള ഭാഗത്തൊക്കെയാണ്, മറ്റുള്ള സെൽ ലൈനിങ് ഒക്കെ ആയിട്ട് ഒമേഗ 369 ആണ് ബോഡി ബിൽഡിങ്ങിന് വേണ്ടത്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ സെൽ വോളിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി. അതാണ് നമ്മളുടെ ആനിമൽസിൽ നമ്മളുടെ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി കൊടുക്കുന്നത് കൊളസ്ട്രോളാണ്. പിന്നെ ഇപ്പം നമുക്കൊരു നെഗറ്റീവ് ഇഫക്റ്റ് വരുന്ന ട്രാൻസ് ഫാറ്റ് എന്നുള്ളത്, അതായത് നമ്മുടെ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ഉണ്ടല്ലോ, ഈ ആർട്ടിഫിഷ്യൽ ഗീ, ആർട്ടിഫിഷ്യൽ ബട്ടർ, ഇതിനകത്തൊക്കെ വരുന്നത് നമ്മളുടെ ഈ വെജിറ്റബിൾ ഓയിലിനെ ഹൈഡ്രജനേറ്റ് ചെയ്ത് സാച്ചുറേറ്റഡ് ഫാറ്റാക്കും. അതിനകത്ത് പലപ്പോഴും അതിൻ്റെ ഒരു സെല്ലുലാർ ലെവലിൽ അതിൻ്റെ ഒരു ഡയമെൻഷൻസും ഒക്കെ ഒരു വ്യത്യാസം വരും. അതിൻ്റെ സെല്ലിൻ്റെ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഒരു വ്യത്യാസം അതിന് ട്രാൻസ് ഫാറ്റ് ഫോമാറ്റിലേക്ക് പോകും. അത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇങ്ങനത്തെ ഫാറ്റൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിച്ച് അത് നമ്മുടെ ബോഡിയിൽ എത്തിയാൽ നമുക്ക് ബോഡിക്ക് അതിനെ ഫാറ്റായിട്ട് യൂസ് ചെയ്യാൻ, നമ്മുടെ എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാൻ മേലാത്തൊരു സ്ഥിതി വരും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് എനർജിക്കായിട്ട് ഒരു ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലിൻ്റെ ലൈഫ് പോവുകയും ചെയ്യും. അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി കുറഞ്ഞു പോകും. കാരണം അത് സെൽ വാൾ ഒരുതരം സ്റ്റിഫാക്കും. സെൽ വാൾ സ്റ്റിഫാക്കുമ്പം ഈ ന്യൂട്രീഷൻ എക്സ്ചേഞ്ച് സെല്ലിനകത്തേക്കും, ന്യൂട്രീഷൻ എക്സ്ചേഞ്ചും അതുപോലെ വേസ്റ്റ് പുറത്തേക്ക് കളയുന്നതും ഒക്കെ വ്യത്യാസം വരും. അപ്പം സെല്ല് പെട്ടെന്ന് ഏജിങ് ആകും. അപ്പം സെല്ല് ഏജിങ് ആയാൽ നമ്മളുടെ ബോഡി ഏജിങ് വരും. അതുകൊണ്ട് നമ്മൾ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് യൂസ് ചെയ്യുന്നത് വളരെ കെയർഫുള്ളാണ്. അത് നമ്മുടെ ബ്രെയിനിലെങ്ങാനും ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് വേറൊന്നും കൊള്ളാവുന്ന ഫാറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനെ എടുത്ത് ബ്രെയിൻ സെല്ലിൻ്റെയൊക്കെ റിപ്പയറിനും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ഇൻറ്റഗ്രിറ്റിയും നമ്മളുടെ കോഗ്നിറ്റീവ് പവറും നെർവസ് ഡാമേജ് വരാനും ഒക്കെയുള്ള സാധ്യത വരും. അങ്ങനെയാണ് നമ്മൾ ന്യൂറോപ്പതിക്കൊക്കെയുള്ള പോസിബിലിറ്റി കൂടും. കാരണം ബ്രെയിനിലും നെർവ്സിലും 40%, 60% ഫാറ്റാണ്, ഓൾമോസ്റ്റ് 40% വെള്ളമാണ്. ബാക്കി വളരെ കുറച്ച് കാര്യമേ ഉള്ളൂ പ്രോട്ടീനും മിനറൽസും ഒക്കെ വരുന്നത്. പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ
ഫാറ്റ് കഴിക്കുന്നത്, അതായത് നമ്മുടെ ബോഡിയിലെ നമ്മൾ ഭക്ഷണത്തിലെ കൊഴുപ്പിൻ്റെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പം വണ്ണം കൂട്ടാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അത് വളരെ കെയറായിട്ട് എടുത്താൽ മാത്രമേ അത് ശരിയായ ഒരു പ്രൊപ്പോർഷനായിട്ടും ശരിയായ ഹെൽത്തി ഒരു വെയിറ്റ് ഗെയിനും വരുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളത് നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് വരുമ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അണ്ടർ വെയ്റ്റ് ആണോ നോർമൽ വെയ്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ BMI നോക്കുക, BMI കുറവാണോ, അതുപോലെ നമ്മുടെ ബോഡി കോമ്പോസിഷൻ നോക്കുക. ബോഡി കോമ്പോസിഷൻ നോക്കാനായിട്ട് ഇന്നിപ്പോൾ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഇമ്പിഡൻസ് എന്നുള്ളൊരു മെക്കാനിസമാണ്. അതുകൂടാതെ ഡെക്സ എന്നും പറഞ്ഞ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്, പക്ഷേ അതിനകത്ത് എക്സ്റേ റേഡിയേഷൻ ഉപയോഗിച്ചുള്ളതാണ്. അത് എക്സ്പെൻസീവുമാണ്. അതുകൊണ്ട് നമുക്ക് റേഡിയേഷനും ഉണ്ട്, എക്സ്പെൻസീവ് ആണ്ട് റിപ്പീറ്റ് യൂസേജ് പറ്റില്ല. അതേസമയത്ത് ഇലക്ട്രിക്കൽ ഇമ്പിഡൻസ് വെച്ചിട്ടുള്ള ബോഡി കോമ്പോസിഷൻ നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവലൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർ വെയ്റ്റ് ആകാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നറിയണം. അത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ, ലിവറിന് പ്രോബ്ലം ഉണ്ടോ, കൊളസ്ട്രോളിൻ്റെ ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ, രോഗങ്ങളുണ്ടോ എന്നുള്ളത്, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, അതുപോലെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വേണം, അവരുടെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഇപ്പം ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഡയബറ്റിസ് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഡയബറ്റിസ് കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ എന്നറിയണം, അതോ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്നറിയണം. ടൈപ്പ് 1 ഡയബറ്റീസിനാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻസുലിനൊക്കെ എടുക്കണം. ടൈപ്പ് 2 ഡയബറ്റീസിനാണെങ്കിൽ ശരിക്കും ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിനെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം പലപ്പോഴും ഈ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റീസുകാരും പലരും ഷുഗർ കൺട്രോൾ കാണുകയില്ല. അപ്പോൾ അവർക്ക് കറക്റ്റ് ഡയറ്റ് വെച്ചിട്ട് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാവുന്നുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിന് ഒരു ഡയബറ്റിക് മെഡിസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻറ്റ്. പിന്നെ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം. കിഡ്നി ഫെയിലിയറൊക്കെ കുറച്ചും കൂടെ CKD 4, 5 ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ് നമുക്ക് അപ്പോൾ ആ ഒരു കോസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ ഈ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, ഓട്ടോഇമ്യൂൺ കൊളൈറ്റിസോ അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ മിക്കവാറും ഓട്ടോഇമ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ചില ഭക്ഷണങ്ങളായിരിക്കും അവർക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് നമുക്ക് ബോഡിക്ക് പറ്റിയ ഫുഡ് ഏതാണെന്നും കൂടെ കണ്ടെത്തണം. ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ബോഡിക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഭക്ഷണം എന്താണ്, അവർക്ക് പറ്റുന്ന ഭക്ഷണം എന്താണ്, പറ്റാത്തത് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് ട്രീറ്റ്മെൻറ്റിനെ വരുന്നത്. നെക്സ്റ്റാണ് നമ്മൾ അവർക്ക് പറ്റിയ ഭക്ഷണം കണ്ടുപിടിച്ച് അതിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുക എന്നുള്ള. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് വേണ്ടത് 57 ന്യൂട്രിയൻസ് ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം ഓക്സിജനും വാട്ടറുമാണ്. അത് കഴിഞ്ഞാൽ ഒരു 55 ഐറ്റംസ് വരും. അതിനകത്ത് ഒരു 21 അമിനോ ആസിഡ്സ് ഉണ്ട്, 4 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റിൽ ഫൈബറും ആവശ്യത്തിന് വേണം, പിന്നെ 14 വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഈ വൈറ്റമിൻസും മിനറൽസും കൂടെ ബാക്കിയുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും മാത്രം ചെന്നാലും അതിനെ നമ്മുടെ എനർജിയാക്കി മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയാക്കി ബോഡി ബിൽഡിംഗ് മെറ്റീരിയൽ ആക്കാനോ പറ്റില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ബോഡി ബിൽഡിങ് നടക്കുകയുള്ളൂ. അപ്പോൾ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കറക്റ്റായിട്ട് ബോഡി ബിൽഡിംഗ് എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് കഴിച്ചാലാണ് ഈ ന്യൂട്രീഷൻ ഏറ്റവും ഈസി ആയിട്ട് അബ്സോർബിൾ ഫോം, അതായത് പലർക്കും പല ഫുഡായിരിക്കും, ചിലതൊന്നും പറ്റാതെ ഉണ്ടാവും. പക്ഷെ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാവുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ നമ്മളത് കാലറി വൈസും എല്ലാം ഒരു കുറച്ച് പ്രോട്ടീനും എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. തേങ്ങ ഒരു ഈസിലി അബ്സോർബിൾ സാധനമാണ്. അതുപോലെ നമ്മളുടെ വാഴപ്പഴങ്ങൾ, പ്രത്യേകിച്ചും അത് പുഴുങ്ങിയ ഏത്തപ്പഴം പോലെയുള്ളത്, അത് എപ്പോഴും ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കുക്ക് ചെയ്ത സാധനങ്ങളാണ്. അൺകുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതലുണ്ടാവും, പക്ഷേ അതിൻ്റെ അബ്സോർബിലിറ്റി കുറവായിരിക്കും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഡാമേജ്ഡായി പോയെന്നിരിക്കും, അളവ് കുറയും, കാരണം ഹീറ്റിൻ്റെ ഭാഗത്തിൽ. പക്ഷേ
ഈസിലി അബ്സോർബിൾ ആയിരിക്കും, ഉള്ളത് കൂടുതൽ അബ്സോർബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ അണ്ടർ വെയ്റ്റും ഒക്കെ ഉള്ളവർക്ക് പലപ്പോഴും അവർക്ക് ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം കാണും. അതുകൊണ്ടാണല്ലോ അവർക്ക് അബ്സോർപ്ഷൻ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ടായിരിക്കും അവർക്ക് കഴിക്കാൻ പറ്റാത്തതും വിശപ്പ് തോന്നാത്തതും, കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറിന് അസ്വസ്ഥത വരുന്നത്, ചില സാധനങ്ങൾ അവർക്ക് പറ്റാത്തത് കൊണ്ടുമായിരിക്കും. അപ്പം നമ്മൾ ഒത്തിരി ഐറ്റംസ് ഇടാതെ കുറച്ച് ഓരോന്നോ ഐറ്റംസായിട്ട് കഴിച്ച് അതിൽ ഈസിലി അബ്സോർബിൾ ആയിട്ടുള്ള കോക്കനട്ട്, തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ പുഴുങ്ങിയ പഴം, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, പ്രത്യേകിച്ച് ചെറുപയർ പരിപ്പ് ഒക്കെ ഈസിലി അബ്സോർബിൾ ആയിട്ടുള്ള. അതേസമയം എല്ലാ പയറുവർഗ്ഗങ്ങളും ചിലർക്ക് പറ്റണമെന്നുമില്ല. പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾക്കും കാണുന്ന ഈ കടലപ്പരിപ്പ്, പീസ് പരിപ്പ്, ഇതൊക്കെ കുറച്ചും കൂടെ പലർക്കും പറ്റുകയില്ല. അതേസമയത്ത് ചെറുപയർ പരിപ്പ്, ഈ തുവരപ്പരിപ്പൊക്കെ പലർക്കും വലിയ പ്രോബ്ലം ഉണ്ടാകില്ല. പിന്നെ അത് നമ്മുടെ ക്വാണ്ടിറ്റി നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കണം. പിന്നെ അരിയാഹാരമാണല്ലോ നമുക്ക് ഏറ്റവും, അരി, കപ്പയൊക്കെ പലർക്കും, പൊട്ടറ്റോ, ഇതൊക്കെ നമുക്ക് അലർജി ഇല്ല, നമുക്ക് ചേരുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളുടെ മലയാളികൾക്കും ജനറലി കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ വെജ് ഐറ്റംസ് മിക്കവാറും പേർക്കും ടോളറേറ്റ് ചെയ്യാം, പ്രത്യേകിച്ച് ഫിഷും മീറ്റും. ചിലർക്ക് മിൽക്കും എഗ്ഗും ഒക്കെ ടോളറബിലിറ്റി കുറവ് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ചില ഫിഷിനോടൊക്കെ കാണും, ചില മീറ്റിനോട് കാണും. എന്നാലും ജനറലി അധികം അലർജിയും ഇൻടോളറൻസും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ omega-3-6 ബാലൻസ് കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ അതായത് നമ്മൾ കൊഴുപ്പിനകത്തെ omega-3-6 ബാലൻസ്. അപ്പോൾ ഈ കൊഴുപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കൊഴുപ്പ് കൂടുതലുള്ളത് എന്താ? ഒന്ന് നട്ട്സ്, ഒന്ന് ഓയിൽ സീഡ്സും നട്ട്സും, അതുപോലെ ഓയിലുമാണ്, കുക്കിംഗ് ഓയിൽ. അതിൽ നമ്മൾ വെരി കെയർഫുൾ ആയിരിക്കണം. നമ്മളുടെ ഈ ഫാറ്റിലുള്ള omega-3-ഉം 6ഉമാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ ഈ രോഗങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററിയാണ് ശരിക്കും. ഡയബറ്റീസ് ആണെങ്കിലും, ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും, ആർത്രൈറ്റിസ് ആണെങ്കിലും, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളാണെങ്കിലും എല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളാണ്. എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേറ്ററിയാണ്. അപ്പോൾ അതെല്ലാം ആ ഇൻഫ്ലമേഷനെ മീഡിയേറ്റ് ചെയ്യുന്ന omega-6ഉം, അതായത് ഹീലിങ്ങിന് മീഡിയേറ്റ് ചെയ്യുന്നത് omega-3ആണ്. അപ്പോൾ omega-3-6 ബാലൻസ് കറക്റ്റാക്കിക്കൊണ്ട് വേണം പോകാൻ. അപ്പം കാര്യം വെയ്റ്റ് ഗെയിനൊക്കെ കിട്ടുമെങ്കിൽ നമ്മൾ ഈ നട്ട്സും ഓയിൽ സീഡ്സും ഈ വെജിറ്റബിൾ ഓയിൽസും കൂടുതലായിട്ട് ഉപയോഗിച്ച് ചിലപ്പോൾ രോഗങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടും. പിന്നെ അതുപോലെ പലർക്കും ഗ്ലൂട്ടൻ പറ്റുകയില്ല. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, ഇങ്ങനെ ബാർലി, ഇതിനകത്തൊക്കെ ഉള്ള ഒരു പ്രോട്ടീനാണ്. അത് പലർക്കും ഇൻടോളറൻ്റാണ്. അപ്പോൾ അത് ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ട് തന്നെ പലരും ക്ഷീണിച്ചു പോകാം. അതാണ് സീലിയാക് ഡിസീസ് എന്ന് പറയും. പലർക്കും വയറിന് അസ്വസ്ഥതകൾ വന്ന് സീലിയാക് ഡിസീസ് ഉള്ളവർക്ക് ഈ ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത് വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന പല രോഗങ്ങൾക്കും ഗ്ലൂട്ടൻ ഇൻടോളറൻസ് പല രോഗങ്ങൾക്കും കാരണം, ഇൻക്ലൂഡിങ് സൈക്യാട്രിക് ഡിസീസ്, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, ഇതൊക്കെ ഗോതമ്പിനകത്തുള്ളഞ്ഞിരിക്കുന്ന ഗ്ലൂട്ടനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ബേക്ക്ഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ, അതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻറ്റ് ഈ ഗോതമ്പല്ല മൈദയാണ്. അപ്പം അതില്ലെങ്കിൽ അതിനകത്ത് പിന്നെ ഗ്ലൂട്ടൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ബേക്കിങ്ങിന് ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അതിൻ്റെ സ്റ്റിക്കിനെസ്സും എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട്. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവർ നമ്മൾ ഇത്തരം സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണം, വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ട് കഴിക്കുമ്പോഴും. അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ടൂ മെനി ഐറ്റംസ് ഇടുകയും ചെയ്യരുത്. ഇപ്പം എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണെങ്കിൽ ഫ്രൂട്ട്സ് സലാഡ് ഒരു 5-6 ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൂട്ടി, അല്ലെങ്കിൽ അവിയൽ, സാമ്പാർ, ആ ഫോർമാറ്റിൽ കഴിക്കുമ്പോൾ ടൂ മെനി ഐറ്റംസ് വരുമ്പം ഈ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം ഉള്ളവർക്ക്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടും കൂടെ ആണല്ലോ ഇവർ വെയിറ്റ് വരാതിരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അവർക്ക് വയറിന് അതിനെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും പറ്റാതെ വരും. അപ്പം മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ട് കിട്ടിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കാലറി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, വെയിറ്റ് ഗെയിൻ വരണമല്ലോ. പക്ഷെ കാലറി ആണെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മുടെ ബോഡി കോമ്പോസിഷൻ അനുസരിച്ച്. ബോഡിയിൽ ഓൾറെഡി ഫാറ്റ് ഒത്തിരി കൂടുതലാണ്, മസിലും ബോണും കുറവാണെങ്കിൽ കൂടുതൽ പ്രോട്ടീനുള്ള ഫുഡും, പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസിനും ഇമ്പോർട്ടൻസ് കൊടുത്താണ് കഴിക്കേണ്ടത്. അതേസമയത്ത് നമ്മൾ
ഈ മാൽന്യൂട്രീഷൻ പോലെ ഫാറ്റും കുറവാണ്, ഫാറ്റും ഒരു 15%, 10% ഫാറ്റൊക്കെ ഉള്ളെങ്കിൽ കൂടുതൽ തേങ്ങയോ അരിയാഹാരമോ ഒക്കെ കൂടുതൽ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പം അതും നമ്മളൊരു ബാലൻസ് ചെയ്തുകൊണ്ട് നോക്കി കഴിക്കേണ്ട കാര്യമാണെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബോഡിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മളത് ബോഡിയിൽ എല്ലായിടത്തും എത്തിക്കണമെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ കൂടണം, രക്തയോട്ടം കൂടണം. അതുപോലെ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മളുടെ മസിലും ബോണും ഫാറ്റും ഒക്കെയൊക്കെ മാറ്റണമെങ്കിലും അതിനകത്ത് എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പം കൂടുതലും ഓക്സിജൻ നമ്മുടെ ഉള്ളിൽ ചെല്ലണം. അതുപോലെ തന്നെ രക്തയോട്ടം കൂട്ടണം. രക്തയോട്ടം കൂട്ടുകയും ഓക്സിജൻ കൂടുതൽ വരികയും ചെയ്യണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. അത് വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വരുള്ളൂ. അപ്പോൾ അത് ഒരു പ്രൊപ്പോർഷനേറ്റ്, ഇപ്പോൾ നടക്കുക മാത്രമാണെങ്കിൽ നമ്മൾ കാലിന് മാത്രമാണ് മെയിൻ എക്സസൈസ് കിട്ടുക. നമുക്ക് എല്ലാ മസിൽസിനും, ഈവൻ നമ്മളുടെ കണ്ണിൻ്റെ മസിൽ, മൂക്കിൻ്റെ മസിൽ, ഫേസിൻ്റെ മസിൽ, കാരണം മുഖം പോലും സൂക്ഷിച്ചായിരിക്കും പലരിയിരിക്കുന്നത്. അപ്പം അതിന് എല്ലായിടത്തും അതിൻ്റേതായ ഇമ്പാക്റ്റ് വരുത്തണം. അപ്പോൾ എല്ലാ അവയവങ്ങൾക്കും എക്സസൈസ് കിട്ടുന്ന പോലെ എല്ലാ അവയവങ്ങളിലേക്കും ഓക്സിജൻ ചെല്ലുന്നത് പോലെയുള്ള എക്സസൈസാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ശരിക്കും പറഞ്ഞാൽ 650 മസിൽസും അറൗണ്ട് 230 ബോൺസുമാണുള്ളത്. ഇവർക്കെല്ലാം വേണ്ട ന്യൂട്രീഷനും കിട്ടുകയും ചെയ്യണം. അതേസമയം ടോക്സിൻസ് ഉള്ളിൽ ചെല്ലുന്നത് ഏറ്റവും കുറയ്ക്കുകയും ചെയ്യണം. അപ്പം അതും കൂടെയാണ് നമുക്കൊരു ചാലഞ്ചായിട്ട് വരുന്നത്. നമുക്ക് കറക്റ്റായിട്ടുള്ള എക്സസൈസ്, ന്യൂട്രീഷൻ കിട്ടണം, രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് കിട്ടണം, അതുപോലെ ടോക്സിൻസ് ഉള്ളിൽ ചെല്ലുന്നത് ഏറ്റവും കുറയ്ക്കും. അതുപോലെ ഉള്ളിൽ ടോക്സിൻ കിടപ്പുണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാനും പറ്റണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിന് ഈ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ ബോഡിയെ കറക്റ്റ് ഷേപ്പും കറക്റ്റ് ഫിറ്റ്നസ്സും സ്ട്രെങ്ത്തും ഒക്കെ കിട്ടിക്കാനായിട്ട് നോക്കണ്ടേ. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ബേസിക്കലി ആദ്യം നമ്മൾ അണ്ടർ വെയ്റ്റ് ആണോ, നമുക്ക് ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം കൊച്ചു കുട്ടികളെ മുതൽ നമ്മൾ തീരെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് എപ്പോഴും പനിയും ചുമയും ഒക്കെ വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ബേസിക്കലി കുട്ടികളുടെ ആണ് BMI ആണ് 18 to 23 അല്ല, ശരിക്കും 14 to 18 ആണ് കുട്ടികളുടെ ഒരു നോർമൽ BMI ആയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിലവർ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിച്ച് പിള്ളേരെ ഓവർ വെയ്റ്റ് ആക്കുന്നത് ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പം പിള്ളേർ അധികം കളിക്കുന്നൊന്നും ഇല്ലാത്ത കുട്ടികളാണ് നമ്മൾ നിർബന്ധിച്ച് ഈ സ്റ്റാർച്ചും ഓയിലി ഐറ്റംസും, പ്രത്യേകിച്ച് ഈ മറ്റേ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് വെച്ചിട്ടുള്ള ബേക്ക്ഡ് ഐറ്റംസും കാർബോഹൈഡ്രേറ്റും ഒക്കെ, ഈ പേസ്ട്രി, സ്വീറ്റ്സ് അതുപോലെയുള്ളത് ഏറ്റവും കുറയ്ക്കുക. അതേസമയത്ത് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങളും ലീഫി വെജിറ്റബിൾസും ഫിഷോ മീറ്റോ ഒക്കെ കൊടുക്കുക. അത് ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അധികം കളറും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാത്ത ഫുഡ് പിള്ളേർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം അതുപോലെ തന്നെ കളറും ഈ ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഈ ബേക്കറി ഐറ്റംസ്, ബേക്ക്ഡ് ഐറ്റംസ് എല്ലാം ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്താൽ, ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ എല്ലാം, അല്ല പേസ്ട്രി അങ്ങനത്തെ എല്ലാത്തിലും, ചോക്ലേറ്റ് എല്ലാത്തിലും അങ്ങനെയാണ് വരുന്നത്. അത്തരം സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതരം ഫ്രൈസൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പം, ഇങ്ങനെ എല്ലാം ഈ ആർട്ടിഫിഷ്യലി പാക്ഡായിട്ട് വരുന്നതിലെല്ലാം തന്നെ ഒത്തിരി കളറും കാണും, പ്രിസർവേറ്റീവ്സ് കാണും, ടേസ്റ്റ് മേക്കേഴ്സ് കാണും. അങ്ങനെ നമ്മളൊരു ആർട്ടിഫിഷ്യലി ടേസ്റ്റ് ആഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ പിന്നെ ആ കുട്ടികൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ മടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊച്ചിൽ വളർത്തുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക അത്തരം സാധനങ്ങൾ പിള്ളേരിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട്, അതൊരു ഹാബിറ്റ് ആക്കാതിരിക്കാനായിട്ടും, ഇങ്ങനത്തെ ഈ ആർട്ടിഫിഷ്യലി ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. എക്സസൈസ് അനുസരിച്ച് കാർബോഹൈഡ്രേറ്റും ഫാറ്റും വരാൻ പാടുള്ളൂ. ബോഡി ബിൽഡിങ്, പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കുട്ടികളുടെ ആണെങ്കിലും കുട്ടികളുടെ മസിലും ബോണും ഡെവലപ്പ് ചെയ്യണമെങ്കിലും, അതുപോലെ പ്രായമായിട്ടുള്ളവർ, അഡൾട്ടായിട്ടുള്ളവരുടെ ആ മസിലും ബോണും പോകാതെ നോക്കണമെങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള വ്യായാമം വേണം. വ്യായാമം വന്നാൽ ആ മസിൽ ആക്ടിവേറ്റഡ് ആകുമ്പോഴേ ബോണും ആക്ടിവേറ്റഡ് ആയാൽ ഇവൻ നമ്മളുടെ മെൻ്റലും ആക്ടിവിറ്റി പോലും കറക്റ്റ് ആവുകയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. പിന്നെ ഈ ഡയറ്റിൽ തന്നെ ന്യൂട്രീഷനും ഇതുമായിട്ടും വളരെ കണക്റ്റഡ് ആയിട്ടാണ്. ന്യൂട്രീഷനും നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റി ആയിട്ടും കണക്റ്റഡാണ്. പിന്നെ നമ്മൾ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം ആഡക്വേറ്റ് ആയിട്ടുള്ള മെൻ്റൽ ആൻഡ് ഫിസിക്കൽ റെസ്റ്റും ഉണ്ടായാലേ പറ്റുള്ളൂ.
ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അഡൽട്ടായിട്ടുള്ളവർക്ക് വെയിറ്റ് വയ്ക്കണം, പക്ഷെ അവർക്ക് ഒട്ടും റെസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല, ഫുഡ് കഴിക്കാനുള്ള സമയമില്ല, അങ്ങനെ പറ്റില്ല. അതുപോലെ കുട്ടികൾ ഇപ്പോൾ പരീക്ഷാ സമയം, അങ്ങനെ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയോ നമുക്കൊരു ഫിസിക്കൽ റെസ്റ്റും മെൻ്റൽ റെസ്റ്റും ഉള്ള സമയത്ത് നമുക്ക് മോഡറേറ്റ് ആയിട്ട്, കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നല്ല, ഒരു 8 hours സ്ലീപ്പും അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം ഉള്ളപ്പോഴാണ്. ഇപ്പം ചിലർ ഇപ്പം BMI ഒക്കെ 16 15 ഒക്കെ ആയിരിക്കും, അവരുടെയൊക്കെ വെയിറ്റ് കൂട്ടാനായിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ നമ്മൾ ഈ ആവശ്യത്തിന് ഭക്ഷണം, നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഭക്ഷണം വെച്ചാണ്, മരുന്ന് വെച്ച് നമുക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റില്ല, അതും കൂടെ ഓർക്കണം. കുറച്ച് വേണമെങ്കിൽ ഒന്ന് അപ്പറ്റൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഒന്ന് വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ചെറിയ മെഡിസിൻസ് ഒക്കെ എടുക്കാം. പക്ഷേ എല്ലാം ഏറ്റവും പ്രധാനം വേണ്ടത് ഒരു സമീകൃതമായിട്ട് എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഒന്നിൻ്റെയും കുറവ് വരരുത്. ഇപ്പം വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലോ അല്ലെ വൈറ്റമിൻ എയുടെ കുറവുണ്ടെങ്കിലോ നമ്മൾ ബാക്കിയുള്ള എല്ലാം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തുകയില്ല. അതെല്ലാം കറക്റ്റായിട്ട് ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് വരണമെന്നില്ല. അപ്പോൾ എല്ലാ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്ക് ബോഡിക്ക് കിട്ടുന്നെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പും റെസ്റ്റും ഫിസിക്കൽ റെസ്റ്റും മെൻ്റൽ റെസ്റ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഒരു 3 months കൊണ്ട് തന്നെ നമുക്കൊരു 20% അല്ല, മച്ച് മോർ തന്നെ, മിക്കവാറും ഈ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ ചിലപ്പം 100 കിലോ ഉള്ളവരുടെ 30-40 കിലോ ഒക്കെ ആയിരിക്കും കുറയ്ക്കേണ്ടി വരുന്നത്. പക്ഷേ വെയിറ്റ് കൂട്ടാൻ അത്ര ഉണ്ടാവില്ല. അപ്പം വളരെ ഈസി ആയിട്ട് 3 to 6 months നമ്മൾ ഐഡിയൽ ബോഡി കോമ്പോസിഷനിലേക്ക് എത്തി. 3 months മതിയാവും മിക്കവാറും കറക്റ്റായിട്ട് എത്തിക്കാൻ. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അതൊന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 3 months കൂടെ വേണ്ടി വരും. അത്രയായിരിക്കും നമുക്ക് വേണ്ടി വരുന്നത്. അപ്പം യൂഷ്വലി നമുക്ക് കുറച്ചൊക്കെ, അതായത് BMI കുറച്ച് കുറവേ ഉള്ളൂ, 17 17.5 ഒക്കെ ഉള്ളവർക്ക് സെൽഫ് തന്നെ മാനേജ് ചെയ്ത് കൂട്ടാൻ പറ്റുന്നുണ്ടാകുന്നു. ഓൺലി തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നവർ കുടവേറ് വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. കുടവേറ് വരാൻ തുടങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫാറ്റാണ് കൂടുന്നത്, മസിലും ബോണും അല്ല. നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമേ കൊഴുപ്പ് കൂടാവുള്ളൂ. കുടവേറ് ഇപ്പം അണ്ടർ വെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ വെയിറ്റ് കൂട്ടാൻ നോക്കി, പക്ഷേ വയറാണ് വീർത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക. നമ്മൾ കാലറി അളവ് കൂടുന്നു, എക്സസൈസ് കുറയുന്നു. എക്സസൈസ് കൂട്ടുക, കാലറി കുറയ്ക്കുക, പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും, അതായത് ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, ഫിഷ്, മീറ്റൊക്കെ കൂട്ടിക്കോ. പക്ഷേ മറ്റത് കൂട്ടരുത്, അതായത് കാർബോഹൈഡ്രേറ്റ്, നട്ട്സ് കഴിക്കരുത്. മറ്റേ വെജിറ്റബിൾ ഓയിൽസിലാണെങ്കിൽ തന്നെ കോക്കനട്ടും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബാക്കിയുള്ളത് വരരുത്, കാരണം omega-6 കൂടിപ്പോവും. omega-6 കൂടിയ omega-3-6 ബാലൻസ് തെറ്റി നമ്മുടെ ബോഡിയുടെ ഇൻഫ്ലമേഷനും ഒക്കെ തെറ്റി വണ്ണം കൂടും, പക്ഷേ അസുഖങ്ങളായിരിക്കും പിന്നെ വരാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് കുറഞ്ഞു പോയവരാണെങ്കിൽ, ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസോ ലിവർ പ്രോബ്ലംസോ കിഡ്നി പ്രോബ്ലംസോ അല്ലെ ആർത്രൈറ്റിസോ ഓട്ടോഇമ്യൂൺ ഡിസീസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഒരു വെയിറ്റ് റിഡക്ഷൻ വന്നവർ ഓൾറെഡി മരുന്നുകൾ എടുക്കുന്നവർക്കും സെൽഫായിട്ട് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ അലർജി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർക്ക് പലപ്പോഴും സെൽഫ് പറ്റാതെ വരുമ്പോഴാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്ത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ശരീരഘടന ഉത്തമമാക്കാനും ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ
ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കൊഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്ന് ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടെ ഉള്ള നമ്മൾ ഈ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് റിസൾട്ട് എന്നുള്ളതാണ്. യൂഷ്വലി നമ്മൾ ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൂടെ അല്ലെങ്കിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ഹെൽത്ത് ഒപ്റ്റിമൈസേഷൻ എന്നാണ് നമ്മൾ ബേസിക്കലി ഇതിനെ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ കാരണങ്ങൾ, നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. ഇപ്പം ചിലർക്ക് പലരിലും ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ തീരെ വണ്ണം കുറഞ്ഞിരിക്കുന്ന, വെയിറ്റ് ലൂസ് വന്നിരിക്കുന്നവർ, ഇപ്പം നമ്മൾ കാണുന്നത് ഒന്നും രോഗമില്ലാത്തവർ, അത് ഒരു പ്രത്യേകിച്ച് അസുഖമൊന്നും കാണുകയില്ല, അങ്ങനെയുള്ള പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പം മാരേജ് ഏജായി പക്ഷെ തീരെ മെലിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ കോളേജിലൊക്കെ പഠിക്കുകയാണ്, അപ്പോഴേക്കും തീരെ മെലിഞ്ഞിരിക്കുന്നു എന്നുള്ള, അപ്പോൾ അവർക്കൊന്ന് പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ചിലരുണ്ട്, ചില ജോലിക്കൊക്കെ വേണ്ടിയിട്ട് എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ഡിഫൻസ്, ജെൻസും ലേഡീസും ഡിഫൻസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ മെലിഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരു BMI ഇത്ര കുറവ് വേണം, ഇത്ര വേണമെന്ന് പറഞ്ഞു മിക്കവാറും അതിലൊക്കെ അവർ പ്രിഫർ ചെയ്യുന്ന BMI ഒരു 20 to 22 ആയിരിക്കും. തീരെ കുറഞ്ഞും അല്ല, ആ ഒരു ഇത്, അല്ലെങ്കിൽ ആ ഫിറ്റ്നസ്, ആ ബോഡി ഷേപ്പും ഫിറ്റ്നസ്സും ഒക്കെ കറക്റ്റായിട്ടുണ്ടാവണം. അപ്പം ആ BMIയിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് വേണ്ടി വരുന്നത്. അപ്പം വേറെ രോഗങ്ങളൊന്നുമില്ല, നമ്മൾ ടെസ്റ്റുകളും നോക്കി, അപ്പം ചിലപ്പോൾ ന്യൂട്രീഷണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ കറക്റ്റ് ന്യൂട്രീഷനും ആ ഗൈഡൻസും പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് ഈസി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എത്ര വെയിറ്റ് വേണ്ടി വരും എന്നുള്ളതനുസരിച്ചായിരിക്കും ടൈം പീരീഡ് വരുന്നത്. യൂഷ്വലി BMI ഒക്കെ ഒരു 17, 16, 17, 17.5 ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഗെയിൻ ചെയ്യാം. അത് പിന്നെ എവിടെ വരെ എത്തിക്കണമെന്നുള്ളതും കൂടെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ബോഡി ബിൽഡിംഗ് മാത്രം വേണ്ടി വരുന്നു, മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, ഇപ്പം ഡിഫൻസിലൊക്കെ ജോലിക്കൊക്കെ നോക്കുന്നവർക്ക് നമുക്ക് അപ് ടു 22 വരെ, നമ്മൾ 23 അപ്പർ ലിമിറ്റിലേക്ക് പോകേണ്ടതില്ല, 22-ലൊക്കെ നിൽക്കുന്നതാണ് എപ്പോഴും സേഫ്. അപ്പം നമ്മൾ വയറ് വയ്ക്കരുത്, അതാണ് നമ്മളിപ്പം, അതായത് എക്സസൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ കഴിക്കുന്ന ഫുഡ് ആ ബോഡി ബിൽഡിങ്ങിനാവണം, അതിന് പ്രപ്പോർഷനേറ്റ് മാത്രമേ ഫാറ്റ് വരാവുള്ളൂ. ഫാറ്റ് വെച്ച് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂട്ടാൻ പറ്റും.
അപ്പോൾ പക്ഷെ പറ്റുന്നത് എന്താണെന്ന്, അതായത് കൂടുതൽ കാലറീസ് കഴിച്ച് നമ്മൾ തേങ്ങയും വെളിച്ചെണ്ണയും നെയ്യും അരിയും ഒക്കെ കൂടെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരും. പക്ഷേ അങ്ങനെ വെയിറ്റ് ഗെയിൻ വന്ന് ഓവറായിട്ട് കുടവയറ് വരാൻ പാടില്ല. പ്രപ്പോർഷൻ ബോഡിയുടെ ഷേപ്പ് കറക്റ്റ് ആക്കിക്കൊണ്ട് വേണം ആവാൻ. അപ്പോൾ ആ നമ്മൾ ആ ഫാറ്റിൻ്റെ അളവ് കൂടി പോകുമ്പോഴാണ് ഈ വയറ് വരുന്നത്. അപ്പോൾ ഫാറ്റിൻ്റെ അളവ് ലേഡീസ് ആണെങ്കിൽ മാക്സിമം 25ഉം ജെൻസ് ആണെങ്കിൽ മാക്സിമം 15ഉം വരുന്ന റേഞ്ചിൽ നിർത്തിക്കൊണ്ട് നമ്മൾ മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനാണ് നോക്കേണ്ടത്. ആരോഗ്യം എന്ന് പറയുന്നത് മസിലും ബോണിലുമാണ് നമ്മുടെ സ്ട്രെങ്ത് വരുന്നത്. അല്ലാതെ ഫാറ്റ് വെച്ചിട്ട് ഇത് വരുമ്പം സ്ട്രെങ്ത് അല്ല വരുന്നത്, ഫാറ്റ് ഓവറായ. ഇനി പറഞ്ഞാൽ ബേസിക് ഒരു മിനിമം ലെവൽ ഓഫ് ഫാറ്റ് വേണം. അതിന് മുകളിലേക്ക് വന്ന ആരോഗ്യമല്ല വരുന്നത്, രോഗങ്ങളാണ് വരുന്നത്. അത് നമുക്കറിയാം. ഈ സുമോ റെസ്ലേഴ്സൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര വണ്ണമായിട്ടിരിക്കുന്നത്. അവരൊക്കെ എക്സസൈസ് ചെയ്ത് മസിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കണ്ടിന്യൂസ്ലി ട്രെയിനിങ്ങും കോമ്പറ്റീഷനും നിൽക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ അവർ കോമ്പറ്റീഷൻ നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ രോഗത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സുമോ റെസ്ലേഴ്സൊക്കെ അവർ ഭയങ്കര ഫാറ്റാണല്ലോ, അവർക്ക് എന്താണ് ഹെൽത്ത് പ്രോബ്ലം. അത് അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി, അവരുടെ ആ അത്ലറ്റിക്, നമ്മൾ അറിയാലോ ജപ്പാനിൽ മാത്രമുള്ള ഒരു ഇതാണ്. അതിൽ അവർക്കതൊക്കെ ആവശ്യമായിരിക്കും. പക്ഷേ അവരാണേലും കണ്ടിന്യൂസ്ലി അവർ 8 hours ഡെയിലി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയൊക്കെ സമയം ചെയ്യുമ്പോൾ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അത്രയും ഫാറ്റ്. പക്ഷെ അതില്ലാതെ വരുമ്പോഴേക്കും അവർ പെട്ടെന്ന് അസുഖങ്ങൾ വരും അവർക്ക്. അപ്പോൾ അതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വെയിറ്റ് കൂട്ടാൻ നോക്കുമ്പം സുമോ റെസ്ലേഴ്സിനെ പോലെ ആവാനല്ല ആരും നോക്കുന്നത്. നമ്മൾ ഒട്ടും കുടവേറില്ലാത്ത രീതിയിൽ വെയിറ്റ് വെപ്പിക്കാവുള്ളൂ. നമ്മൾ ആ ബോഡി ഷേപ്പ് കറക്റ്റായിട്ട്, ലേഡീസാണ് ലേഡീസിൻ്റെ രീതിയിൽ, ജെൻസ് ആണ് ജെൻസിൻ്റെ രീതിയിലുള്ള ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന പോലെയാണ് വേണ്ടത്. യൂഷ്വലി കറക്റ്റായിട്ട്, അതായത് അതിനൊരു സാഹചര്യം ഉണ്ടാവണം. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ റെസ്റ്റ് വേണം, അത്യാവശ്യം സ്ലീപ്പ് കിട്ടണം. ഈ സാഹചര്യങ്ങൾ ഒത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് മിക്കവാറും ആർക്കാണെങ്കിലും വെയിറ്റ് ആവശ്യം, അതായത് മിനിമത്തിൽ നിന്ന് ഒരു അറൗണ്ട് നമുക്ക് 18 ആണല്ലോ മിനിമം വേണ്ടത്, അതിന് മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളെപ്പോഴും ഒരു 22 വരെ എത്തിക്കാനാണ് നോക്കുന്നത്. പിന്നെ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ഉള്ളവർക്ക്, അണ്ടർ വെയിറ്റ് ഉള്ളവർക്ക് എത്ര വെയിറ്റ് കൂടിയാലും പോരാ എന്നുള്ളതായിരിക്കും. എത്ര വെയിറ്റ് കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ ഉള്ളിയും തീയും വയറ് വരരുത്. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്. വയറില്ലാതെ വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ മാക്സിമം 23 BMI വരെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആക്കുക എന്നുള്ളത്, അത് മിക്കവാറും 3 months കൊണ്ട് ആക്കാൻ പറ്റും. പിന്നെ ഒരു 3 months നമ്മൾ കെയറും എടുക്കുകയാണെങ്കിൽ യൂഷ്വലി ഇത് താഴെ പോവുകയില്ല. അതാണ് നമ്മൾ കാണുന്നത്. ചിലർക്കൊക്കെ 1-2 കുറച്ച് കിലോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, നമുക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞു പോയാലും സെൽഫ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം പിന്നെ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ അധികം ടോക്സിൻസ് ഉള്ളത്, കളറും പ്രിസർവേറ്റീവ്സും ഇട്ടത് ഒന്നും കഴിക്കാതെ, അതും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഈ രോഗമുള്ളവർക്ക്, അതായത് ചിലർ രോഗം വന്ന ഇത് വെയിറ്റ് ക്ഷീണിച്ച് പോയവരുണ്ടല്ലോ, ഹാർട്ട് ഡിസീസ് വന്നും, അതുപോലെ ചിലരുണ്ട് കാർഡിയോമയോപ്പതി, പിന്നെ ആസ്മ, അലർജി, പിന്നെ ഈ ആർത്രൈറ്റിസ്, ഇതൊക്കെ വന്നിട്ട് വെയിറ്റ് കുറഞ്ഞു പോയവർക്ക് ആണ് തീരെ മസിൽ ശോഷിച്ചായിരിക്കും അവർക്ക്. അപ്പോൾ അത് നമുക്ക് ബിൽഡ് ചെയ്ത് അവരെയും കറക്റ്റായിട്ട് കൊണ്ടുവരാനും മച്ച് ബെറ്റർ ഹെൽത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും എന്നുള്ള. രോഗമില്ലാത്ത ഈ പിള്ളേർ പോലെയുള്ളത് അങ്ങനെ മാത്രമല്ല, രോഗം വന്ന് ക്ഷീണിച്ച് പോയവർക്കും അതിൻ്റെ കൂടെ നമ്മൾ വണ്ണം വയ്ക്കുമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ബോഡി സ്ട്രെങ്ത് വെക്കുമെന്ന് മാത്രമല്ല, അവരുടെ മിക്കവാറും അവർ പലപ്പോഴും ഈ ആർത്രൈറ്റിസിനും ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഇമ്യൂണോസപ്രസൻസും അല്ലെങ്കിൽ ആസ്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ മരുന്നും എടുത്തുകൊണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ചിലപ്പോൾ ഡയബറ്റീസ് ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, മൾട്ടിപ്പിൾ മരുന്നുകളും ഉണ്ടാകും. ഇതെല്ലാം മിക്കവാറും നമുക്ക് വിതിൻ എ മന്ത് കുറച്ചുകൊണ്ട് വന്ന്, മിക്കവാറും മരുന്നുകളെല്ലാം വിതിൻ എ മന്ത് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. പിന്നെ നമ്മൾ ബോഡി മരുന്നാണെങ്കിലും ഒരു ടോക്സിൻ പോലെയാണല്ലോ. ബേസിക്കലി നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണം കൊടുത്ത് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്. അത് പോസിബിൾ ആണെന്നുള്ളതാണ്. അപ്പം മരുന്നില്ലാതെ അസുഖങ്ങളും ഉള്ളവർക്കാണെങ്കിൽ തന്നെ ആ മരുന്നിൽ നിന്ന് മോചനം നേടാൻ പറ്റും. അതേസമയത്ത് ഒപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ പറ്റും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്.
അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും ഉള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.